subscribe, like bell button. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ വെച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ടത് പാലാണ്. നമ്മൾ 1/2 ലിറ്ററിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ചൂടിൽ വെക്കാൻ പാടുള്ളൂ. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ മൈദയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു 4 സ്പൂണ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പാൽ വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നല്ല മിക്സ് ആവണം, കട്ട പിടിക്കാൻ പാടില്ല. ഏകദേശം ഈ രൂപത്തിലൊക്കെ ആയി കിട്ടണം നമുക്ക് എന്ത് ചെയ്യാം, അത് പാലിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അടിയിൽ പിടിക്കാൻ പാടില്ല. ഇളക്കുമ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് 3 സ്പൂണ് കോൺഫ്ലവർ പൊടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ വെച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതും കട്ട പിടിക്കാൻ പാടില്ല. അതിനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക. നേരത്തെ വെച്ച മൈദയും പാലും കൂടി മിക്സ് ആക്കിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ചെറിയ ചൂടിൽ നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ ആവണം. ഏകദേശം ഈ രൂപത്തിലൊക്കെ ആയതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. ഇത് ചൂടാറണ മുമ്പ് തന്നെ നമുക്ക് ഇത് പാത്രത്തിലാക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ റെഡിയായി വന്നിക്കണം. ഇനി നമുക്ക് ചെയ്യാം, പാത്രത്തേക്ക് മാറ്റി വെക്കാം. സാധനം കട്ട പിടിക്കണ മുമ്പ് നമ്മൾ ചൂട് കൊടുക്കുക തന്നെ ചെയ്യണത്. നമ്മൾ പുറത്ത് വെച്ച് ചെയ്യണോണ്ട് ചൂടൊക്കെ ഏകദേശം കുറേ പോയതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നത്. നമ്മൾ ഫില്ലയിലൊക്കെ ഏകദേശം അയക്കണം. ഇനി സൈഡിലേക്കൊക്കെ എത്താത്ത ഭാഗമുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇളക്കിയിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കണം. സാധനം ഫില്ല് ചെയ്ത് റെഡി ആയിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 2 കിക്കറ്റും പിന്നെ 4 മിഠായിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതാക്കി നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നിങ്ങൾക്കിതിൽ ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് മിഠായി വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് വേണമെന്നുള്ളത്.
ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡയറി മിൽക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കുക. നല്ല ചോക്ലേറ്റ് ആകുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. ചോക്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച സാധനം സെറ്റ് ചെയ്യാം. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ പതുക്കെ സൈഡ് ഇങ്ങനെ അടത്തി കൊടുത്താൽ അതിങ്ങോട്ട് പോരും. എന്നിട്ട് നമുക്ക് പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇതാണ് സാധനമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സാധനം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിരിക്കണം. നമുക്ക് ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകുക. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം ഇതിന് വളരെ ചിലവ് കുറവായ ഒരു ഫുഡിങ്ങാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുന്നതാണ്.